ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തു. IFFK സ്ക്രീനിംഗിനിടെ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് കേസെടുത്തത്. മുൻ MLA-യും CPIM സഹയാത്രികനുമാണ് PT കുഞ്ഞുമുഹമ്മദ്. എന്നാൽ പരാതി നിഷേധിച്ച് PT കുഞ്ഞുമുഹമ്മദ് രംഗത്തെത്തി. മനസാവാച അറിയാത്ത കാര്യമെന്നാണ് പ്രതികരണം. മാധ്യമ പ്രതികരണം. 25 കൊല്ലമായിട്ട് ടെലിവിഷനിലുള്ളതാണ്, പൊതുരംഗത്തുള്ള. ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കേട്ടിട്ടുണ്ട്? ഞാൻ മനസാവാച കർമ്മള ഒരാളോട് മോശമായിട്ട് പെരുമാറാറില്ല. ഞാൻ പെരുമാറിയിട്ടുമില്ല. അവരങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവരോട് മാഫി ചോദിക്കുന്നത് ഞാൻ പറയണ. അല്ലാണ്ട് വേറെ എന്താ പറയാനുള്ളതിൽ ഉദയമാരായിട്ട് പോകാൻ ചോദിക്കില്ല. എനിക്കാണെങ്കിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അങ്ങനെയാണ് ഞാൻ ചെന്നത് തന്നെ. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. പ്രതീഷ്, എന്താണ് കേസിലെ വകുപ്പുകൾ? എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം? സുഹൈൽ, കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ മാസമാണ്. IFFK സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള യോഗം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തവർക്ക് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിലാണ് മുറി അറേഞ്ച് ചെയ്തിരുന്നത്. അവിടെ വച്ച് ഈ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് അപമര്യാദയായി പെരുമാറി എന്നതാണ് ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി. ഈ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് കൈമാറിയ പരാതിയാണ് പിന്നീട് പോലീസിന് ലഭിക്കുകയും പോലീസ് പ്രാഥമികമായി അന്വേഷണം നടത്തുകയും ചെയ്തത്. പരാതിക്കാരിയിൽ നിന്ന് വിവരങ്ങൾ തേടുന്ന ഘട്ടത്തിൽ ആ പരാതിക്കാരി ഉറച്ചു നിന്നു. അങ്ങനെയാണ് കന്റോൺമെന്റ് പോലീസ് PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ഒരു പരാതിയിലാണ് അത്തരത്തിൽ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ കേസിനാസ്പദമായ സംഭവം പൂർണ്ണമായും നിഷേധിക്കുകയാണ് PT കുഞ്ഞുമുഹമ്മദ്. താൻ അത്തരത്തിൽ ആരോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ല. 25 വർഷത്തിലധികമായി പൊതുരംഗത്തുള്ള ആളാണ് താൻ. തനിക്കെതിരെ സമാനമായ പരാതികളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒരു മോശമായ ഒരു സമീപനവും താൻ സ്ത്രീകൾക്കെതിരെ സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യമാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ട്. കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയമപരമായി നേരിടും എന്നുമാണ് PT കുഞ്ഞുമുഹമ്മദിന്റെ പ്രതികരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയാണ്. ആ പരാതി പോലീസിന് ഫോർവേഡ് ചെയ്യുകയും പോലീസ് അതിൽ നിയമപരമായ നടപടി സ്വീകരിക്കുകയുമാണ് ഈ ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. ശരി, MG പ്രതീക്ഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.